തൃശൂരിലും പാലക്കാട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും ശനിയാഴ്ച രാവിലെ 8:15ഓടെയാണ് ചെറിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 3.1 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ കുന്നംകുളത്ത് ഒരു വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം തോട്ടുപുറത്തിൽ പ്രകാശിന്റെ വീടാണ് ഭൂചലനത്തിൽ ചുമർ വിണ്ടുകീറിയും പ്ലാസ്റ്ററിംഗ് അടർന്നു വീണും താമസിക്കാൻ സുരക്ഷിതമല്ലാത്ത രീതിയിലായിരിക്കുന്നത്. ചെറിയൊരു വിള്ളലുണ്ടായിരുന്ന ചുമർ ഭൂമികുലുക്കമുണ്ടായ സമയത്ത് കൂടുതൽ വിള്ളുകയും പ്ലാസ്റ്ററിംഗ് അടർന്നു വീഴുകയും ജനലിന് സൈഡിൽ ഒരു ഹോള് പോലെ രൂപപ്പെടുകയുമായിരുന്നുവെന്ന് വീട്ടുടമ പ്രകാശിന്റെ ഭാര്യ സുമ പറഞ്ഞു. പിന്നെ ചെറിയൊരു വിള്ളലതിലുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ കാലത്തെ ഈ ഒരു ഭൂമി കുലുക്കാന്നുള്ളത് അറിഞ്ഞപ്പോഴും ചെമരിൻ്റെ മുകളിൽ കാട്ടുവന്ന് വീണു. പിന്നെ ജനലിൻ്റെ അവിടെ ഒക്കെ ഹോളായി. കഴുങ്ങ് കൊടുത്തിട്ട് മുട്ട് കൊടുത്ത് നിർത്തിയിട്ടാണ് ഇപ്പോൾ നിർത്തിയിരുന്നത്. ഞാനും ഭർത്താവ് 2 പെൺകുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത്. കരിങ്കൽ തൊഴിലാളിയായ പ്രകാശിനും ഭാര്യയും 2 പെൺമക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും തഹസിൽദാരെ വിവരമറിയിച്ചതായും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. രാവിലെ ഉണ്ടായ ഭൂമി കുലുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ചെറിയൊരു വിള്ളല് ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിൽ കൂടെ അപ്പോൾ വലിയൊരു വിള്ളലും കുറച്ച് ഭാഗം ഇങ്ങനെ പ്ലാസ്റ്ററിംഗ് ഒക്കെ അടർന്നു വീണ് താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു അവസ്ഥയിലാണ്. ഇതിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനെ തഹസിൽദാരെ രാവിലെ ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ളതും മറ്റ് ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതും ഇവർക്ക് അനുവദിക്കേണ്ടതാണ്. അത് നഗരസഭ അനുവദിക്കും.